അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായത്. അത് ഒരു കുട്ടി, അവൾ ഇപ്പോൾ അയർലൻഡിലാണ് ജോലി ചെയ്യുന്നത്. അവളിങ്ങനെ തന്നെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവൾ OET പ്രിപ്പയർ ചെയ്തതിനേക്കാൾ ഏറെയായിട്ട് അവളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ആ കുട്ടി പറഞ്ഞത്, അവൾ ഓരോ മൊഡ്യൂളും ഓരോ വിശുദ്ധരെ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ അവൾക്ക് വേണ്ടിയ അയർലൻഡിലേക്ക് പോകാനുള്ള സ്കോർ കിട്ടി. അങ്ങനെ എല്ലാം ഭംഗിയായി നടന്ന് അവൾ അയർലൻഡിലെത്തി എത്രയും പെട്ടെന്ന്. അപ്പോൾ ഇതെനിക്ക് വളരെ ഒരു പ്രചോദനമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പള്ളിയിൽ വെച്ച് എനിക്ക് തോന്നിച്ച ആ തോന്നൽ, അതും ഇതിനോട് ഏകദേശം സാമ്യമുള്ളതായിട്ട് തോന്നി. കാരണം അവിടെയും വിശുദ്ധരോട് സഹായം തേടുക എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ യാദൃശ്ചികമായിട്ട് എൻ്റെ മൊബൈലിൽ കയറി വന്നതാണ്. ഞാൻ അത് സെർച്ച് ചെയ്തൊന്നുമല്ല, അതും എനിക്കറിയില്ല. അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ലിസണിങ് എന്ന മൊഡ്യൂള് ഔസപിതാവിന് കൊടുത്തു. റൈറ്റിങ് പരിമല തിരുമേനിക്ക് കൊടുത്തു. സ്പീക്കിംഗ് മാതാവിന് കൊടുത്തു. റീഡിങ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും തന്നെ ചെയ്ത് തീർത്തിട്ടില്ല. തന്നെ പഠിക്കണം, കാരണം അതിനാരുടെ ഹെൽപ്പില്ല. എൻ്റെ ട്യൂട്ടർ അതെനിക്ക് പഠിപ്പിച്ച് തരത്തില്ല. എനിക്ക് കുറേ സോഴ്സുകളൊക്കെ അയച്ചു തന്നെങ്കിലും അതെല്ലാം തന്നെ പഠിക്കണം. അപ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഏൽപ്പിച്ചത് ഗീവറീസാദിക്ക് ആണ്. അങ്ങനെ നാല് പേരെ ഏൽപ്പിച്ച് ഞാൻ വീണ്ടും എൻ്റെ പ്രിപ്പറേഷൻസ് ആരംഭിച്ചു. പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ആ ക്ലാസ്സിന് 1 മണിക്കൂർ കിട്ടുന്ന സമയം അറ്റൻഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഇരുന്നൊന്നും ഞാൻ പഠിക്കുന്നില്ല. ലിസണിങ് ഞാൻ ഇടയ്ക്ക് നോക്കും, പക്ഷേ എനിക്ക് സ്കോർ കിട്ടാതെ വരും. ഞാൻ അവിടെ വെച്ച് നിർത്തും, ആകെ നിരാശ. റീഡിങ് അതുപോലെ തന്നെ. റീഡിങ്ങിന് ഞാനൊരു ഫാദർ, ബാംഗ്ലൂരിൽ നിന്നൊരു ഫാദറിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഓൺലൈനല്ല, ലൈവായിട്ടുള്ളതല്ല, അത് ഓൾറെഡി റെക്കോർഡാണ്. അതിങ്ങനെ ഇടയ്ക്ക് കേൾക്കും. പക്ഷേ ഞാൻ ഫാദറിൻ്റെ പേരടിച്ച് കൊടുക്കുമ്പോൾ ആദ്യം ഡാനിയൽ എച്ചൻ്റെ വരും. അപ്പോൾ പിന്നെ ഞാൻ മാറ്റി വീണ്ടും ഡാനിയൽ എച്ചൻ്റെ ടോക്ക് കേൾക്കും. പിന്നെ അത് കേട്ടതിന് ശേഷം എൻ്റെ മനസ്സ് ഓക്കെ ആണെന്ന് കാണുവാണെങ്കിൽ ഞാൻ വീണ്ടും ഈ റീഡിങ് പഠിപ്പിക്കുന്ന അച്ഛൻ്റെ ക്ലാസ് കേൾക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഒരു OETക്ക് എക്സാം എഴുതാൻ പോകുന്നൊരു കുട്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന ഒരാളെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അതൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. റീഡിങ്ങിന് കൂടി ഞാൻ എക്സാമിന് മുമ്പ് ചെയ്തിരിക്കുന്ന 5 റീഡിങ്ങുകളാണ്. അതും ഒരു റീഡിങ് പോലും ഞാൻ കറക്റ്റായിട്ട് വേണ്ടുന്ന സ്കോർ എത്തിച്ച് ഞാൻ തീർത്തിട്ടില്ല. അതാണ് വേറൊരു രസം. എനിക്ക് ആകെ നിരാശയായിരുന്നു റീഡിങ്ങും ലിസണിങ്ങും ചെയ്യുമ്പോൾ. എനിക്ക് വേണ്ടിയ സ്കോർ കിട്ടുന്നുണ്ടായിരുന്നില്ല, ആവശ്യത്തിനുള്ള സ്കോർ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഏൽപ്പിച്ചു. അതിനിടയ്ക്ക് കൃപാസനം പള്ളിയെക്കുറിച്ച് കേട്ടു. മാതാവ് എന്നും എനിക്ക് ചെറുപ്പം മുതലേ എൻ്റെ ഒരു അഭയസ്ഥാനമാണ് മാതാവ്. അപ്പോൾ എൻ്റെ പപ്പ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കേൾക്കാം, എൻ്റെ മാതാവേ എന്ന് വിളിച്ച്. അപ്പോൾ ആ പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ ചെവിയിൽ അങ്ങനെ അടിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഞാൻ വളർന്നത് ഞങ്ങളുടെ ഇടവക പള്ളി മാതാവിൻ്റെയാണ്, സെൻറ്റ് മേരീസ് സുനോറോ യാക്കോബായ പള്ളി വടുവോട്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് മാതാവിനെ എൻ്റെ ഒരു അഭയസ്ഥാനമാണ്. പിന്നീട് ഞാൻ ഷാർജയിൽ വന്നപ്പോഴും അവിടെയും മാതാവിൻ്റെ പള്ളിയാണ്. സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഏറ്റവും വലിയ വിശുദ്ധമായ പള്ളിയും അതുപോലെ തന്നെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉള്ളതുകൊണ്ട് ഈ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അത് വളരെ ഒരു ഫലമേറിയ ഭയങ്കര ഒരു അത്ഭുത സിദ്ധിയുള്ളൊരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ കേട്ടു. വേറെ ഒന്നല്ല, എനിക്ക് മാതാവിന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അപേക്ഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥന എനിക്കൊരു ഫ്രണ്ട് വഴി കിട്ടി. അത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും രാവിലെ. തിരി കത്തിച്ച് വെച്ച് 5:30 അത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനകൾ മാത്രം. ബൈബിൾ വായിക്കും, പ്രാർത്ഥന, പള്ളിയിൽ പോക്ക്. പിന്നെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിൽ മക്കളെ നോട്ടം അവരെ പഠിപ്പിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ജോലി. OETയുടെ പ്രിപ്പറേഷൻ വളരെ കുറഞ്ഞ സമയത്ത് മാത്രം. അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡാനിയൽ എച്ചൻ്റെ ടോക്ക് എല്ലാ ദിവസവും തന്നെ മുടങ്ങാതെ കേൾക്കുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏപ്രിൽ 15 വന്നു. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, കാരണം ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ല. സ്പീക്കിംഗ് ലാസ്റ്റേക്ക് ആയപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന കുട്ടി പറഞ്ഞു, ചേച്ചി നേരത്തെ ചേച്ചി ഇത് നന്നായിട്ട് ചെയ്യുമായിരുന്നു, ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, എനിക്ക് വലിയ കോൺഫിഡൻറ്റ് തോന്നുന്നില്ല ഇങ്ങനെ സംസാരം കേട്ടിട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും അതും എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് ലെവൽ കുറച്ചു. എനിവേ ഞാനെല്ലാം കർത്താവിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥനയോട് മുമ്പോട്ട് പോയി. ഞാൻ അപ്പോൾ അവിടെ കൊന്ത കയറ്റാൻ പാടില്ല OET എക്സാമിൻ്റെ സമയത്ത്. പക്ഷേ എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടായിരുന്നു, അവരത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ നമുക്ക് പ്രിപ്പറേഷൻ ടൈമുണ്ട്. ആ സമയത്ത് ഞാൻ മൊത്തം ഫുൾ പ്രാർത്ഥന തന്നെയായിരുന്നു. ഒന്നും ബാക്കിലേക്ക് നോക്കി ചിന്തിക്കാൻ എനിക്ക് പഠിച്ചെടുത്തതെന്നോ അങ്ങനെയൊന്നും എനിക്കില്ല. നമ്മൾ സാധാരണ ഒരു എക്സാമിന് പോകുന്ന ആ ഒരു പ്രതീതിയൊന്നുമല്ല. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കൊന്തയില്ലി, അതിനുശേഷം 91 സങ്കീർത്തനം
ഒരു 2-3 പ്രാവശ്യം ചൊല്ലിക്കാണും. പിന്നെ നമ്മുടെ വിശ്വാസ പ്രമാണം അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒത്തിരിയേറെ പ്രാവശ്യം ചൊല്ലി. എനിക്കറിയില്ല, 1 മണിക്കൂർ മൊത്തം ഞാൻ അത് തന്നെയായിരുന്നു. കൊന്ത കയ്യിലെടുത്ത് ചൊല്ലുന്നത് കണ്ടപ്പോൾ അവിടുത്തെ എക്സാമിനർ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിലിരുന്ന കുട്ടി ഇങ്ങനെ കൊന്ത ചൊല്ലുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ ചീത്ത പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനും കൊന്ത എടുത്ത് എൻ്റെ ബാഗിൽ എൻ്റെ പോക്കറ്റിലിട്ട്. അപ്പോൾ അവരത് കണ്ടവർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് അലൗഡല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആക്ച്വലി അറിയത്തില്ലായിരുന്നു. മീൻസ് അവരത് കയറിയപ്പോൾ ചെക്ക് ചെയ്തപ്പോഴൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ കയറ്റുമായിരുന്നു. ഓക്കെ, പിന്നെ ഞാനെടുത്ത് പോക്കറ്റിലിട്ടു. എനിവേ പ്രാർത്ഥനയോട് കൂടിയിരുന്നു. ആദ്യത്തെ സെഷൻ റീഡിംഗ് ആണ്. എനിക്ക് ഏറ്റവും പാടുള്ള വിഷയം. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. കൂടി ഈ മൊബൈലിൽ ഉള്ള ഒരു അച്ഛൻ്റെ ക്ലാസ്സാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതും ഫുൾ ഒരു ടെസ്റ്റ് പോലും ഞാൻ ഫുള്ള് ചെയ്ത് തീർത്തിട്ടില്ല. എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ സ്ലോ ആണ് ഇങ്ങനെ ആൻസർ കണ്ടുപിടിക്കാനെല്ലാം. പക്ഷേ അവിടെ സംഭവിച്ചത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അത് ശരിക്കും മിറാക്കിൾ തന്നെയാണ്. അത് ഞാൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ സമയത്ത് ഞാൻ ഗീവറീസതേനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഗീവറീസതോട് മുട്ടിപ്പായി ആ സമയം പ്രാർത്ഥിച്ചു. എക്സാം പേപ്പർ തുറന്നു. എനിക്കറിയില്ല അവിടെ എന്ത് മിറാക്കിളാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ക്വസ്റ്റ്യൻ ആദ്യത്തെ സെഷൻ അറിയില്ല. വെയിറ്റ് ചെയ്ത ആളുകൾക്കറിയാം നമ്മൾ 15 മിനിറ്റ്സിനുള്ളിൽ 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു, എൻ്റെ കണ്ണു പോകുന്നത് ആൻസറിലേക്കാണ്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരിക്കൽ കൂടി ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അങ്ങനെ 12 മിനിറ്റ്സിൽ ഞാൻ 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. എനിക്ക് 3 മിനിറ്റ്സ് ബാലൻസ് ആണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അത് ഒരിക്കലും ഞാൻ ഈ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ജനുവരി ലാസ്റ്റേക്ക് മിഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള പ്രിപ്പറേഷൻ ഒരു പ്രാവശ്യത്തെ പ്രിപ്പറേഷനിൽ പോലും ഞാൻ റീഡിങ് ഫുൾ ആക്കിയിട്ടില്ലാത്ത വ്യക്തിയാണ്. എനിക്ക് 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് എനിക്ക് 50 മിനിറ്റ്സ് ഒന്നും പോരായിരുന്നു. പക്ഷേ അതങ്ങനെ സംഭവിച്ചു. അത് ഭയങ്കര വലിയൊരു അത്ഭുതം തന്നെയാണ്. നെക്സ്റ്റ് ബി സെക്ഷൻ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സിയിലേക്ക് വന്നപ്പോഴേക്കും 2 സെഷനുണ്ട്, എയും ബിയും വീണ്ടും. അതിൽ എന്നോട് ആരും പറയുകയാണ് നീ രണ്ടാമത്തേലേക്ക് പോകും, ബിയിലേക്ക് പോകും, എവിടെ കിടക്കട്ടെ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം ഒരിക്കലും. കാരണം ഞാൻ ഇതിൻ്റെ ട്രിക്കുകളും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പഠിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പിന്നെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല റീഡിങ്ങിൻ്റെ. ഞാൻ പെട്ടെന്ന് 2ാമത്തെ സെഷനിലേക്ക് പോയി. ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പോൾ സ്റ്റോറിയിൽ നിന്ന് ആൻസേഴ്സ് എഴുതാൻ നമുക്ക് എളുപ്പമാണ്. അങ്ങനെ എനിക്ക് ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടി. അങ്ങനെ ഞാൻ ആൻസറുകൾ എഴുതി. പിന്നീട് ഞാൻ എയിലേക്ക് വന്നപ്പോൾ അത് വളരെ വിഷമം പിടിച്ച ഒരു പാസേജ് ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കറിയില്ല, ഞാൻ അതിൽ എൻ്റെ മാർക്ക് പോയിട്ടുണ്ടാവണം. എന്നാലും എനിക്ക് സന്തോഷമായി. കാരണം എനിക്ക് അത്യാവശ്യത്തിനുള്ള മാർക്ക് കിട്ടാമെന്ന് വിശ്വസിച്ചു. ഞാൻ ഗീവറീസതോട് വീണ്ടും യാചിച്ചു. എൻ്റെ ആൻസേഴ്സ് അവിടെ ഞാൻ ക്ലോസ് ചെയ്തു, ഫിനിഷ് ചെയ്തു റീഡിങ്. ബാക്കിയുള്ള ലിസണിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഇതുപോലെ തന്നെ എൻ്റെ കൂടെ ഞാൻ ഈ പ്രാർത്ഥിച്ച എൻ്റെ വിശുദ്ധന്മാരും മാതാവും എല്ലാം കൂടെ എന്നെ സഹായിച്ചു എന്ന് വേണം പറയാൻ. എല്ലാം കഴിഞ്ഞു, ഞാൻ വീട്ടിലെത്തി. അന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഈ എക്സാം കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്കും പോകണമായിരുന്നു. രാവിലെ എക്സാം, വൈകുന്നേരം ഡ്യൂട്ടി. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് വലിയൊരു മിറാക്കിളായിരുന്നു. ഏപ്രിൽ 15-ാം തീയതി എക്സാം. മെയ് 3-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ഹസ്ബൻഡാണ് റിസൾട്ട് നോക്കിയത്. എന്നോട് പറഞ്ഞു എത്രയാണ് ജയിക്കാൻ വേണ്ടത്, ഹസ്ബൻഡ് ചോദിച്ചു. ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ അതുപോലും ഞാൻ നോക്കി വെച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ തലേദിവസം എൻ്റെ ഒരു കുട്ടിയോട് വിളിച്ചപ്പോൾ പറഞ്ഞു എടി എല്ലാത്തിനും ബി വേണം. പിന്നെ ന്യൂസിലൻഡ് നീ നോക്കുന്നതാണെങ്കിൽ അതാണല്ലോ നോക്കുന്നത്, CGFN സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ന്യൂസിലൻഡിലേക്കാണ്. അപ്പോൾ റീഡിങ്ങിന് നമുക്ക് C+ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചതെല്ലാം പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. ഹസ്ബൻഡ് നോക്കിയിട്ട് പറഞ്ഞു നിനക്ക് എല്ലാത്തിനും ബി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്നും ആ നിമിഷം എനിക്ക് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. കാരണം കർത്താവ് അത്രമാത്രം ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചൊരു ദിവസമായിരുന്നു അത്. കാരണം അന്ന് എനിക്ക് ആ ബി കിട്ടിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എക്സാമിന് ഞാൻ പാസ്സായില്ലായിരുന്നെങ്കിൽ വീണ്ടും ഞങ്ങളോട് നിൽക്കേണ്ടി വരും. ഹസ്ബൻഡിന് ജോലിയിൽ അത്രമാത്രം പ്രശ്നങ്ങളുണ്ട്. പൈസ ആരെങ്കിലും നിന്ന് സഹായിക്കുമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ആരോടും തന്നെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ മാനസികമായിട്ട് വിഷമം അനുഭവിച്ച ദിവസങ്ങളായിരുന്നു അത്. അങ്ങനെ OET ഞാൻ പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് OETയിൽ നിന്നൊരു ഗോൾഡൻ സ്റ്റാറൊക്കെ അവർ അയച്ചു തന്നു. ഒന്നും എൻ്റെ കഴിവല്ല, 100% അതെൻ്റെ കഴിവല്ല. അതിൻ്റെ കർത്താവ് ഇറങ്ങി വന്ന്, കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന ആ വേദനകൾ ഞങ്ങൾ കൂടുതൽ അനുഭവിക്കരുത്, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളെ മാറ്റണം, വേറെ രാജ്യത്തെത്തിക്കണം എന്നൊരു പദ്ധതി കർത്താവിനുണ്ടായിരുന്നു. നമുക്കതറിയത്തില്ല, പക്ഷേ അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കിയായിരുന്നു. അങ്ങനെ ഞാൻ OET പാസ്സായി.
ഞങ്ങൾ CGFNSൻ്റെ കാര്യത്തിന് വീണ്ടും ഇതെല്ലാം അയച്ചു കൊടുത്തു. 2023 ജനുവരിയിലാണ് ഞങ്ങൾ 2022 ഡിസംബറിലാണ് CGFNSൻ്റെ ഫസ്റ്റ് പേപ്പർ വർക്ക്സ് ഞങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയ്യിൽ ഞാൻ പാസ്സായി. ജൂൺ ആയപ്പോഴത്തേക്കും എനിക്ക് ന്യൂസിലൻഡിൽ നിന്നുള്ള ഡിസിഷൻ ലെറ്റർ വന്നു. അതെല്ലാം ഭയങ്കര അത്ഭുതമായിരുന്നു. അതെല്ലാം ഇത്ര മാസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നില്ല. നടന്നു കിട്ടിയ ആളുകൾ വളരെ വിരളമായിരിക്കും, വളരെ റയറായിരിക്കും. ഇത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അത്രയും മാസത്തിനുള്ളിൽ എന്ന് വെച്ചാൽ 6 മാസത്തിനുള്ളിൽ 6ാമത്തെ മാസം എനിക്ക് ഡിസിഷൻ ലെറ്റർ വന്നു. അതിനുശേഷം എനിക്ക് ന്യൂസിലൻഡിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എനിക്ക് ക്യാമ്പിന് അഡ്മിഷൻ കിട്ടി ഒക്ടോബറിലേക്ക്. അങ്ങനെ ഞങ്ങൾ അതിനിടയിൽ ഹസ്ബൻഡ് കമ്പനിയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ സംഭവിച്ചു. വിസ ക്യാൻസൽ ചെയ്ത് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ ആ വേദനകളിലെല്ലാം ഞങ്ങൾ കടന്നുപോയി. ഹസ്ബൻഡ് ഒത്തിരിയേറെ വേദനകൾ സഹിച്ചു. ഞാനും പിള്ളേരും നേരത്തെ നാട്ടിലേക്ക് പോയി. ഞാൻ റിസൈൻ ചെയ്തു, നാട്ടിലേക്ക് പോയി. ഹസ്ബൻഡ് പിന്നാലെയാണ് വന്നത്, കാരണം വിസ അവർ ക്യാൻസൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. നാട്ടിൽ നിന്ന് ഒക്ടോബറിൽ ഞങ്ങൾ കുടുംബസമേതമാണ് ന്യൂസിലൻഡിൽ പോയത്. എല്ലാവരും ചോദിക്കും എന്തിനാണ് കുടുംബസമേതം ന്യൂസിലൻഡിൽ പോയതെന്ന്.